നിരന്തരം പേരാണ് രാഹുൽ ഗാന്ധി. വൃത്തികെട്ടവന്മാരാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. താങ്കളുടെ പാർട്ടിയുടെ നേതാവല്ലേ നിങ്ങളുടെ നേതാവായിട്ടുള്ള രാഹുലാണ് വൃത്തികെട്ടവൻ, കഴിവില്ലാത്തവൻ, പ്രാപ്തിയില്ലാത്തവൻ, തെമ്മാടിത്തരം പറയുന്നവൻ. അത് രാഹുൽ എന്ന് പറയപ്പെടുന്ന വൃത്തികെട്ടവൻ. ഉല്ലാസ് ബാബു പറഞ്ഞു രാജ്യത്തെ വെട്ടിമുറിച്ചുവെന്ന്. 1937 സവർക്കർ ധിരാഷ്ട്രവാദത്തെ പറഞ്ഞിട്ടുണ്ട്. 43 ജിന്നയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ധിരാഷ്ട്രവാദത്തിന് വേണ്ടി സവർക്കർ. 1939 ഗോവൽക്കർ എഴുതിയിട്ടുണ്ട് ധിരാഷ്ട്രവാദം വേണമെന്ന്, പാകിസ്ഥാൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് രാജ്യം വേണമെന്ന്. അപ്പോൾ RSSന്റെയും സംഘപരിവാറിന്റെയും ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാരൊക്കെ ധിരാഷ്ട്രവാദത്തിന് വേണ്ടിയിട്ട് ജിന്നയോടൊപ്പം പാകിസ്ഥാൻ വാദം നടത്തിയപ്പോൾ ഈ രാജ്യത്തെ വെട്ടിമുറിക്കാതിരിക്കാൻ വേണ്ടി അവസാനം വരെ പോരാടിയിട്ട് ഗത്യന്തരമില്ലാതെ അതിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നവരെ നമ്മൾ. അന്ന് ഞങ്ങൾ പ്രയത്നിച്ച സമയത്ത് BJPയുടെയും RSSന്റെ മുൻ നേതാക്കന്മാർ എവിടെയായിരുന്നു? അവരൊക്കെ എവിടെയായിരുന്നു? അവർ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്യുകയായിരുന്നു. അവർ ഒറ്റുകൊടുക്കുന്ന സമയത്ത് ഈ രാജ്യത്തിന് വേണ്ടി ഒരു കാര്യം കൂടി, പാകിസ്ഥാനിൽ ഞാൻ വൃത്തികെട്ട വാദം പറഞ്ഞു എന്നല്ല പറയാം. പാകിസ്ഥാനിൽ പോകണമെന്ന് പറഞ്ഞത് PC ജോർജ് ഉണ്ട്. PC ജോർജ് കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമമാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞ PC ജോർജ് വൃത്തികെട്ടവനാണോ? PC ജോർജ് വൃത്തികെട്ടവനാണോ? PC ജോർജ് വൃത്തികെട്ടവനാണോ? കൃഷ്ണ ഗഡ്ജെ വൃത്തികെട്ടവനാണോ? മണികാന്ത റാത്തോഡ് വൃത്തികെട്ടവനാണോ? ഈ രാജ്യത്തെമ്പാടുമുള്ള BJPയുടെ നേതാക്കന്മാർ, RSSന്റെ നേതാക്കന്മാർ വൃത്തികെട്ടവന്മാരാണ്. ഈ രാജ്യത്തെ മുസ്ലിങ്ങളോട് പാകിസ്ഥാനിൽ പോകണമെന്ന് നിരന്തരം രാഹുൽ ഗാന്ധി. ജോർജ് അടക്കമുള്ള മുഴുവൻ ആളുകളും വൃത്തികെട്ടവന്മാരാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. താങ്കളുടെ പാർട്ടിയുടെ നേതാവല്ലേ PC ജോർജ്? നിങ്ങളുടെ നേതാവായിട്ടുള്ള രാഹുലാണ് വൃത്തികെട്ടവൻ, കഴിവില്ലാത്തവൻ, പ്രാപ്തിയില്ലാത്തവൻ, തെമ്മാടിത്തരം പറയുന്നവൻ. അത് രാഹുൽ എന്ന് പറയപ്പെടുന്ന വൃത്തികെട്ടവൻ. ഈ രാജ്യത്തെ ആരാണ് വൃത്തികെട്ടവർ, ആരാണ് ഈ രാജ്യം ഒരുമയോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ലോകത്തിനും ഈ നാടിനും നാട്ടുകാർക്കും ഒക്കെ അറിയാവുന്ന വിഷയങ്ങളാണ്.